വളരെ വ്യത്യസ്തമായ രീതിയിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന 6 ജീവികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ ജീവികൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും അത്ഭുതം തോന്നും. നമ്പർ 1, അർമണ്ടില്ലോസ്. ലോകത്തിൽ 20-ൽ പരമായ അർമണ്ടില്ലോകളുണ്ട്. അതിൽ പിങ്ക് ഫെയറി അർമണ്ടില്ലോകളാണ് വളരെ ചെറുത്. ഇവയ്ക്ക് കൂടുതലായി 15 സെന്റിമീറ്റർ നീളമാണുള്ളത്. അർമണ്ടില്ലോകളിൽ ജെയിന്റ് അർമണ്ടില്ലോകളാണ് 5 ഫീറ്റ് നീളത്തിൽ വളരുന്നത്. ഇവ 122 ദിവസം വരെ പ്രഗ്നന്റ് ആയിരിക്കും. ഒരു പ്രസവത്തിൽ 4 മുതൽ 5 കുഞ്ഞുങ്ങൾ വരെ കാണും. ഇവയിൽ വ്യത്യസ്തമായ വിഷയം എന്താണെന്നാൽ ഇവ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഐഡന്റിക്കൽ ട്വിൻസ് ആയിരിക്കും. നമ്പർ 2, സൈക്ലോപ്ട്രസ് ലംബസ്. ഇവയെ കാണാൻ വളരെ ഭംഗിയുള്ളതും ചെറുതുമായിരിക്കും. ഈ ലംബസ് ഫിഷുകൾ 2 ആഴ്ച മാത്രമാണ് പ്രഗ്നന്റ് ആയിരിക്കുന്നത്. ഒരു പെൺ ലംബസ് ഫിഷ് ഏകദേശം 50,000 മുതൽ 2,20,000 മുട്ടകൾ വരെ ഇടും. ഇവ പവിഴപ്പുറ്റുകളുടെ ഇടയിൽ മുട്ടയിട്ട് അവിടെ നിന്നും പോകും. അതുകൊണ്ട് പകുതിയിലേറെ മുട്ടയും മറ്റു മീനുകൾ കഴിക്കും. നമ്പർ 3, ഒക്ടോപ്പസ്. ലോകത്തിൽ 300-ൽ പരമായ ഒക്ടോപ്പസുകളുണ്ട്. നമ്മുടെ ശരീരത്തിലെ രക്തം ചുവന്ന നിറത്തിലുള്ളതുപോലെ അവയുടെ ശരീരത്തിലെ രക്തം നീല നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. ഇവ ഒരിക്കൽ മാത്രമേ മുട്ടയിടുകയുള്ളൂ. പൊതുവെ ഒക്ടോപ്പസുകൾ 10,000 മുതൽ 70,000 മുട്ടകളാണ് ഇടുന്നത്. അടുത്തത് സൺഫിഷ്. കടലിൽ ജീവിക്കുന്ന വലിയ ജീവികളിൽ സൺഫിഷ് ആണ് കൂടുതലായും മുട്ടയിടുന്നത്. ഈ മീൻ ഏകദേശം 30 കോടി മുട്ടയിടും. ഈ മീൻ 20 കിലോ മുതൽ 1000 കിലോ വരെ ഭാരമുള്ളവയാണ്. 4 മീറ്റർ അളവിൽ വളരെ വലിപ്പത്തിൽ വളരുന്നവയാണിവ. എന്നാൽ ഇവയുടെ മുട്ടകൾ 0.2 ഇഞ്ച് അളവിൽ വളരെ ചെറുതായിരിക്കും. വളരെ ചെറുതായിരിക്കുന്ന കുഞ്ഞു സൺഫിഷുകൾ വളരെ വേഗത്തിൽ വളരും. വെറും 0.2 ഇഞ്ച് അളവിൽ ജനിക്കുന്ന കുട്ടികൾ വെറും 6 മാസത്തിനുള്ളിൽ 100 കിലോ വെയിറ്റുള്ള വലിയ സൺഫിഷായി മാറുന്നു. അടുത്തത് ഏഫിഡ് ഇൻസെക്ട്. ഇതുപോലെ വ്യത്യസ്തമായി ഇണചേരുന്ന പ്രാണിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. ഈ പ്രാണികൾ ചെടികളിൽ ചേർന്നാണ് വളരുന്നത്. ഈ പ്രാണികളിലുള്ള അത്ഭുതകരമായ വിഷയം എന്താണെന്നാൽ ഈ പ്രാണികളിടുന്ന കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പ്രഗ്നന്റ് ആയിട്ടാണ് ജനിക്കുന്നത്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ 10 ദിവസത്തിൽ വളരുകയും അത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു പ്രാണി 7 കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കും. അടുത്തത് ക്വാക്കസ്. റോഡ്നസ് ദ്വീപുകളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവയിൽ ആൺ ക്വാക്കസുകൾ ഏകദേശം 4.5 കിലോ വരെ വെയിറ്റുള്ളവയാണ്. പെൺ ക്വാക്കസുകൾ 3.5 കിലോ വരെ വെയിറ്റുള്ളവയാണ്. ഇവ മനുഷ്യരോട് വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. ഇവയിൽ അത്ഭുതപ്പെടുത്തുന്ന വിഷയം എന്താണെന്നാൽ പെൺ ക്വാക്കസുകൾ ഒരു തവണ ആൺ ക്വാക്കസുമായി ഇടപഴകി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അതിനുശേഷം ആൺ ക്വാക്കസുകൾ ഇല്ലാതെ തന്നെ പെൺ ക്വാക്കസുകൾ തനിയെ പ്രഗ്നന്റായി കുഞ്ഞുങ്ങൾ ഉണ്ടാക്കും. ഇതിനെ എംബ്രിയോണിക് ഡൈപ്പസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ പ്രഗ്നൻസി പീരീഡ് 1 മാസമാണ്. ഇതിൽ ഏത് ജീവിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് എന്ന് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ.